ഹായ് കൂട്ടുകാരെ, എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഞാനിന്നൊരു വിളവെടുപ്പ് വീഡിയോയുമായിട്ടാണ് വന്നിട്ടുള്ളത്. എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. എൻ്റെ ടെറസിനു മേലെയുള്ള പച്ചക്കറി തോട്ടത്തിലേക്കാണ് ഞാനിന്ന് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നത്. മഴ കാരണം ആകെ കാട് പിടിച്ച് കിടക്കുന്ന അടുക്കളത്തോട്ടമാണ് ഇപ്പോൾ കാണുന്നത്. എല്ലാ പച്ചക്കറികളും കാട് പിടിച്ച് കിടക്കുകയാണ്. കുറച്ച് വഴുതനങ്ങ പറിക്കാനുണ്ട്. വഴുതനങ്ങയും കുറച്ച് പച്ചമുളകും പറിക്കാനുണ്ട്. അത് കാണിച്ചു തരാനാണ് ഞാൻ നിങ്ങളെ ഇന്ന് ഈ വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്തത്. അപ്പോൾ നമുക്ക് വഴുതനങ്ങയും പച്ചക്കറിയും വിളവെടുപ്പ് നടത്താം. നല്ല മഴ കാരണം ഇപ്പോൾ ടെറസിൻ്റെ മേലേക്കൊന്നും കയറാൻ പറ്റാത്തത് കൊണ്ടാണ് ഇങ്ങനെ കാട് പിടിച്ച് കിടക്കുന്നത്. പിന്നെ ഈ മഴക്കാലമായതുകൊണ്ട് പച്ചക്കറികൾ വല്ലാതെ കായ പിടിക്കുന്നതുമല്ല. എന്നാലും കുറച്ച് പച്ചമുളകും വഴുതനങ്ങയുമെല്ലാം കായ്ച്ചിട്ടുണ്ട്. അത് എടുക്കാം. നല്ല മഴ പെയ്യുന്ന സമയമായതിനാൽ പൂക്കളെല്ലാം വാടിക്കൊഴിഞ്ഞു പോവുകയാണ് ചെയ്യുന്നത്. ഇത് കുറച്ച് മുന്നേ പിടിച്ചിട്ടുള്ള പച്ചക്കറികളാണ്. കുറച്ച് പച്ചമുളകും ഉണ്ട്, അതുപോലെ കുറച്ച് വഴുതനങ്ങയുമുണ്ട്. അതിൻ്റെ ചട്ടിയിലെല്ലാം നല്ലവണ്ണം കാട് പിടിച്ച് കിടക്കുകയാണ്. ഇന്ന് നമുക്ക് എത്രത്തോളം പച്ചക്കറി നമ്മുടെ അടുക്കളത്തോട്ടത്തിൽ നിന്ന് പറിച്ചെടുക്കാമെന്ന് നോക്കാം. ഈ മഴ ഒന്ന് കഴിഞ്ഞിട്ട് വേണം ഇതിൻ്റെ കളകളെല്ലാം പറിച്ച് ഇത് റീപ്ലാന്റ് ചെയ്യാൻ. അല്പം വെണ്ടക്കയും തക്കാളിയും എല്ലാം ഉണ്ടായിരുന്നു. നല്ല മഴ കാരണം അതെല്ലാം നശിച്ചു പോയി. തക്കാളി ചെടിയും വെണ്ടക്ക ചെടിയും എല്ലാം പോയിട്ടുണ്ട്. വഴുതനങ്ങത്തേന് പിന്നെ നല്ല മഴ ഉണ്ടായതുകൊണ്ട് വലിയ കുഴപ്പമൊന്നുമില്ല. എൻ്റെ ഈ അടുക്കളത്തോട്ടത്തിൽ പാവക്കയും തക്കാളിയും വെണ്ടയും എല്ലാം ഞാൻ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ എല്ലാം പോയിട്ടുണ്ട്. ഇനി മഴ കുറഞ്ഞിട്ട് വേണം എല്ലാം വെച്ച് പിടിപ്പിക്കാൻ. എല്ലാത്തിൻ്റെയും വിത്ത് ഞാൻ സൂക്ഷിച്ചിട്ടുണ്ട്. വെണ്ട, എല്ലാവിധം വെണ്ടയും വെച്ച് പിടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഇതാണ് ഇന്ന് കിട്ടിയ വഴുതനങ്ങയും പച്ചമുളകും. 2 കറിവേപ്പിലയും എടുത്തിട്ടുണ്ട്. എൻ്റെ വീഡിയോ നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും എല്ലാവരും ഈ വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.